കേന്ദ്ര സർക്കാരിൻ്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ന് ദില്ലിയിൽ കർഷക മഹാപഞ്ചായത്ത്. ദില്ലി രാംലീല മൈതാനിയിലാണ് കർഷക തൊഴിലാളി സംഘടനകളുടെ മഹാപഞ്ചായത്ത് നടക്കുന്നത്. അഖിലേന്ത്യാ കിസാൻ സഭ നേതൃത്വം നൽകുന്ന സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ പ്രതിഷേധം. കൂടുതൽ വിവരങ്ങളുമായി സിബി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സിബി, എപ്പോഴാണ് ഈ മഹാപഞ്ചായത്ത് ആരംഭിക്കുന്നത്? വലിയ തോതിലുള്ള കർഷക പ്രാതിനിധ്യം ഇതിലുണ്ടാകുമോ? ഷമി, ഇപ്പോൾ ഈ മഹാപഞ്ചായത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ മുതൽ തന്നെ ദില്ലിയിലേക്ക് കർഷകരുടെ വലിയ ഒഴുക്ക് തന്നെ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ 10,000-കണക്കിന് ആളുകൾ കർഷകരാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ദില്ലിയിലെ രാംലീല മൈതാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ കർഷകരുടെ മഹാപഞ്ചായത്ത് ഇന്ന് ആരംഭിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നിരവധി നേതാക്കൾ സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു മഹാപഞ്ചായത്ത് നടക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ഒരു കൊള്ളയ്ക്കെതിരെ, അതായത് കോർപ്പറേറ്റുകൾക്ക് കാർഷിക മേഖല പോലും തീരെഴുതി കൊടുക്കുന്ന ഈ മഹാകൊള്ളയ്ക്കെതിരെയാണ് വലിയ രീതിയിലുള്ളൊരു മുന്നറിയിപ്പുമായി ഈ ഒരു മഹാപഞ്ചായത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറിയായ വിജു കൃഷ്ണൻ ചേരുകയാണ്. മോദി സർക്കാരിനെതിരെ വളരെ വലിയൊരു താക്കീതായിട്ടാണോ ഈ ഒരു കർഷക സമരം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്? തീർച്ചയായും ഇത് മോദി സർക്കാരിന്റെ ഒരു ഗ്യാരണ്ടിയും നടപ്പിലായിട്ടില്ല. 2020 ഐതിഹാസികമായ തീയതി മോദി സർക്കാർ എഴുതി നൽകിയ വാഗ്ദാനങ്ങളാണ്. കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ താങ്ങുവില ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഒരു നിയമം കൊണ്ടുവരുമെന്നും കർഷകരുടെ കടം എഴുതിത്തള്ളുമെന്നും കർഷകർക്കെതിരെ ഇല്ല കേസുകൾ പിൻവലിക്കുമെന്നും 750ഓളം കർഷകരാണ് ആ സമരത്തിനിടയിൽ കൊല്ലപ്പെട്ടത്. അവരുടെ കുടുംബാംഗങ്ങൾക്ക് കോമ്പൻസേഷൻ നൽകുമെന്ന് എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ ഇതൊന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല. ഇലക്ട്രിസിറ്റി ആക്ട് കൊണ്ടുവന്ന മാറ്റങ്ങൾ പിൻവലിക്കുമെന്നും അതിനൊക്കെ എതിരെയാണ് ഇവിടെ ഇന്ന് ആയിരക്കണക്കിന് കർഷകരും തൊഴിലാളികളും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് കിസാൻ മസ്ദൂർ മഹാപഞ്ചായത്തിൽ. തീർച്ചയായും ഈ കർഷക സമരം എന്ന് പറയുമ്പോൾ 2020-21 കാലത്ത് വലിയ ഐതിഹാസികമായ സമരം. അന്ന് മോദി സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ? മോദി സർക്കാരിന്റെ ഒരു ഉറപ്പും പാലിച്ചിട്ടില്ല. ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തുമെന്നായിരുന്നു. ഇപ്പോൾ അത് ആ ഫോർമുല മാറ്റിക്കൊണ്ട് കർഷകരെ ദ്രോഹിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. താങ്ങുവില നൽകുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാർ സംഭരിക്കുന്നുമില്ല. അതാണ് സത്യാവസ്ഥ. കർഷകന്റെ കടം എഴുതിത്തള്ളുമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു, അത് നടപ്പിലാവുന്നില്ല. കർഷക തൊഴിലാളികൾക്ക് 200 ദിവസം തൊഴിലവസരം നൽകുമെന്നായിരുന്നു പറഞ്ഞത്. ഇന്ന് 45 ദിവസം മാത്രമേ ഒരു വർഷത്തിൽ നൽകാൻ കഴിയുന്നില്ല. ആ രീതിയിലുള്ള ഒരു സാഹചര്യത്തിലാണ് പെൻഷൻ, കർഷകർക്ക് 3000 രൂപ പെൻഷൻ നൽകുമെന്ന് ഒരൊറ്റ കർഷകന് പോലും ഈ സർക്കാർ പെൻഷൻ നൽകിയിട്ടില്ല. മോദി സർക്കാർ പെൻഷൻ നൽകിയിട്ടില്ല. അതാണ് സത്യാവസ്ഥ. ഇൻഷുറൻസ് കമ്പനികൾക്ക് 57,000 കോടിയുടെ ലാഭമുണ്ടാക്കാനാണ് ഈ സർക്കാർ നയങ്ങൾ നടപ്പിലാക്കിയത്. അതിനെതിരെ, കോർപ്പറേറ്റ് കൊള്ളക്കെതിരെ ആണ് ഇന്ന് ഇവിടെ ഈ കിസാൻ മഹാപഞ്ചായത്ത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ നിരന്തരമായി സമരമുഖത്താണ് കർഷകരും തൊഴിലാളികളും. അപ്പോൾ ഈ മോദി സർക്കാരിൽ നിന്ന് കർഷകർക്കും തൊഴിലാളികൾക്കും ഒരു പ്രതീക്ഷയുമില്ല. സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇവിടുത്തെ ഈ മഹാപഞ്ചായത്തിലെ റിസൊല്യൂഷൻ അതിൽ കൃത്യമായിട്ട് പറയുന്നത് മോദി സർക്കാർക്കോ സസാ ദോ. ഈ കർഷകരെയും തൊഴിലാളികളെയും ദ്രോഹിക്കുന്ന സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും. മോദി ഹട്ടാവ് ദേശ് ബച്ചാവ് എന്ന മുദ്രാവാക്യം ഇന്ന് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വലിയ രീതിയിൽ കർഷകരും തൊഴിലാളികളും വിളിച്ചുകൊണ്ട് ഈ സർക്കാരിനെതിരെ മുന്നോട്ട് പോകുന്ന രീതിയാണ്. തീർച്ചയായും ഷമി, അത് തന്നെയാണ്. കാരണം കർഷക വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്ന മോദി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമായി മാറുകയാണ്. നമുക്ക് കാണാം, 10,000-കണക്കിന് ആളുകളാണ് ഈ ഒരു സമരത്തിൽ ഈ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 10,000-കണക്കിന് കർഷകർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നു. വൈദ്യുതി ഭേദഗതി നിയമം പിൻവലിക്കുക, കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കുക, അതോടൊപ്പം തന്നെ ഈ മുൻപ് ഐതിഹാസികമായി സമരം നടത്തിയപ്പോൾ അന്ന് എടുത്ത പല തീരുമാനങ്ങളുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അതിലെല്ലാം തന്നെയും ഇവർക്കെതിരെ നിരവധി പേർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം തന്നെയും ഈ കേസുകൾ പിൻവലിക്കുക അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ദില്ലിയിലെ രാംലീല മൈതാനത്തിൽ വളരെ വലിയൊരു സമരത്തിന് ഇപ്പോൾ വീണ്ടും വേദിയാവുന്നത്. എന്തായാലും ഇന്നലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്കറിയാം ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് ദില്ലിയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ ഈ കർഷകരെ തടയുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ദില്ലി ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ പോലീസിനെയും അർദ്ധ സൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചുകൊണ്ട് കർഷകരെ തടയുന്ന ഒരു സമീപനം കൂടി ഇപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിനെല്ലാം തന്നെയും പ്രതിരോധിച്ചുകൊണ്ട് കർഷകർ ഈ രാംലീല മൈതാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇത് മഹാപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഇന്നിപ്പോൾ മോദി സർക്കാരിനെതിരെ ഈ സംയുക്ത കിസാൻ മോർച്ചയും അതുപോലെ തന്നെ അഖിലേന്ത്യാ കിസാൻ സഭേലും തന്നെയും ചേർന്നുകൊണ്ട് തൊഴിലാളി സംഘടനയും ഉൾപ്പെട്ടുകൊണ്ട് ഒരു മോദി സർക്കാരിൻ്റെ കോർപ്പറേറ്റ് കൊള്ളയ്ക്കെതിരായ ഒരു പ്രമേയം ഇത്തരത്തിൽ മോദി സർക്കാരിനെതിരായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള ഒരു പ്രമേയം ഈ ഒരു ഐക്യകണ്ഠ്യനെ പാസ്സാക്കുകയും ചെയ്യും. അത് വൈകിട്ട് 3 മണി വരെ ഈ ഒരു പ്രതിഷേധം ഈ രാംലീല മൈതാനത്ത് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവർ ഈ സംഘടനകൾ പറയുന്നത്. എന്തായാലും വളരെ വലിയ കർഷകരുടെ പങ്കാളിത്തവും ട്രേഡ് യൂണിയനുകളുടെ പങ്കാളിത്തവും ഈ സമരത്തിലുണ്ട്. എന്തായാലും ഐതിഹാസികമായ സമരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഷിബി, നേരത്തെ ഈ കർഷകർ ദില്ലിയിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ വലിയ തോതിലുള്ള അടിച്ചമർത്തലാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ഹരിയാന സർക്കാർ വലിയ തോതിൽ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം ഇവരെങ്ങനെയാണ് പിന്നീട് ദില്ലിയിലേക്ക് എത്തിയത്? ഷമ്മി, ഇതിൽ ഇന്നിപ്പോൾ ഈ സമരം നടത്തുന്നത് അഖിലേന്ത്യാ സംയുക്ത കിസാൻ മോർച്ചയാണ്. അതായത് അഖിലേന്ത്യാ കിസാൻ സഭ നേതൃത്വം നൽകുന്ന ഈ സമരമാണ്. എന്തായാലും ഈ കർഷക സമരം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതൊരു മഹാപഞ്ചായത്ത് പ്രഖ്യാപിച്ചിരുന്നു. ഇതനുസരിച്ച് ആളുകൾ ഇന്നലെ മുതൽ തന്നെ ബസ്സിലും ട്രെയിനിലുമായി ഇങ്ങോട്ടേക്ക് കർഷകർ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ മുതൽ തന്നെ ഈ കർഷകരെല്ലാം തന്നെയും ഇങ്ങോട്ടേക്ക് ദില്ലിയിലെ രാംലീല മൈതാനത്തിലേക്ക് എത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോഴും ശംഭു അതിർത്തികൾ, അതായത് ഹരിയാന പഞ്ചാബ് അതിർത്തികളിൽ രാഷ്ട്രീയേതര കർഷക സംഘടന എല്ലാം തന്നെയും ഇപ്പോഴും അവിടെ തമ്പടിച്ചുകൊണ്ട് അവരുടെ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ എല്ലാം തന്നെയും പോലീസും അതുപോലെ തന്നെ ഹരിയാന പോലീസും കേന്ദ്ര സർക്കാരും എല്ലാം തന്നെയും അവിടെ വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കർഷകർ തടഞ്ഞിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിപ്പോൾ അഖിലേന്ത്യാ കിസാൻ മോർച്ച ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു മഹാപഞ്ചായത്താണ്. ഇതിലേക്ക് നേരത്തെ തന്നെ ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു. ഇവരെ തടയാൻ വേണ്ടി അതിർത്തികളിൽ ശ്രമം നടത്തിയെങ്കിലും ഇവർ ബസ്സിലും ട്രെയിനിലുമായി ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. ഇനിയും നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആര് തടഞ്ഞാലും ഏത് പോലീസിനെ വിന്യസിച്ചുകൊണ്ട് തടഞ്ഞാൽ പോലും തങ്ങൾ എല്ലാ പ്രതിരോധവും തകർത്തുകൊണ്ട് ഈ രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധം നടത്തുമെന്ന് കിസാൻ സഭ ഇത്തരത്തിൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് പ്രകാരം ഇപ്പോൾ കർഷകരുടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ കഴിഞ്ഞ ഒരു മാസമായി പ്രക്ഷോഭ രംഗത്താണ്. ഇന്ന് ദില്ലിയിൽ മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കുകയാണ് കർഷകർ. ഒരിടവേള.